എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു കറിവേപ്പ് തൈ നട്ടിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിലല്ല, ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ്. അതിലുണ്ടായ മുളകാണ്. അപ്പോൾ അതിൻ്റെ വാലൊക്കെ ഒടിച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളിരുന്നോളൂ കേട്ടോ. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഒരു ലിബിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് പൊടിപ്പിക്കുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇവിടെ തയ്യാറാക്കി വയ്ക്കുകയാണ്. കായം വറുത്ത് പൊടിച്ചു വെച്ചു, വെറുതെ പീസസ് വറുത്തിട്ടും വെച്ചു. അതുപോലെ തന്നെ ഉലുവാപ്പൊടി നമ്മുടെ മോര് കറിയിലേക്കായാലും മീൻ കറിയിലേക്കായാലും അതുപോലെ തന്നെ റെഡ് മീറ്റൊക്കെ ഇല്ലേ, അതൊക്കെ കുക്ക് ചെയ്യുമ്പോഴായാലും കുറേശ്ശെ ഈ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അതുപോലെ അച്ചാറിലേക്കൊക്കെ ഇടാനായിട്ട്, പിന്നെ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ഇത് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ കുറച്ചുള്ളത് നമ്മൾ പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പ് വെച്ചിട്ട് ഒരു കറിയാണ്. അപ്പോൾ ഈ ചേമ്പിൻ്റെ കറികൾ പലതരത്തിൽ വയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ പുളി ഒഴിക്കാതെയുള്ള തേങ്ങ അരച്ചിട്ട് വെക്കണ കറിയാണ് വെക്കുന്നത്. ഇതിൽ പരിപ്പ് ഇട്ടിട്ടില്ല. ചിലർ പരിപ്പിട്ടിട്ട് പുളി ഒഴിച്ച് തേങ്ങ അരച്ചൊക്കെ വയ്ക്കും. അത് ഞാൻ പറഞ്ഞ പല രീതിയിൽ വയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമുക്ക് എന്താ പറയുക, അധികം സമയമില്ല പെട്ടെന്ന് കറി ഉണ്ടാക്കണമെന്ന് വെച്ചാലൊക്കെ നമ്മൾ ഈ മെത്തേഡിലാണ് വയ്ക്കുക. പക്ഷേ ടേസ്റ്റിനൊരു കുറവില്ല കേട്ടോ. നമുക്ക് സമയത്തിലൊക്കെ ഇത്തിരി കോംപ്രമൈസ് ഉണ്ടെങ്കിലും ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് അധികം വേവൊന്നുമില്ല, പക്ഷേ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൽ വിസിലടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൽ ഫുള്ള് പ്രഷർ നിറഞ്ഞാൽ തീ സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചിരുന്നാൽ തന്നെ നമ്മൾ വിസിലടിക്കണേക്കാളും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റംസ്, അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ വരണോടുകൂടി തീ നന്നായി കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായി കടലയൊക്കെ അങ്ങനെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നാളികേരം, അതുപോലെ തന്നെ അതിൽ ജീരകം, കറിവേപ്പില, അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചൂടുവെള്ളം അപ്പുറത്ത് റെഡിയാണെങ്കിൽ, ഞാൻ വിറകടുപ്പിലാണല്ലോ ചോറ് വയ്ക്കുക, അപ്പോൾ അതിൻ്റെ മുകളിൽ എപ്പോഴും ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെയാണ് ഞാൻ കറികളും വയ്ക്കാറ്. അപ്പോൾ എപ്പോഴും ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അതൊന്നാണ് ചൂടുവെള്ളം എടുത്ത് കൊണ്ടുവരിക. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് സംഭവങ്ങളൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാം. പക്ഷേ ഈ സംഭവം അമ്മിയിൽ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം മിക്സിയിലാണ് അരച്ചിരിക്കുന്നത്. രാവിലത്തെ തിരക്കുകളിലൊക്കെ ഇത്തിരി സമയപരിമിതിയുടെ പ്രശ്നങ്ങളുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മിക്സിയിലെടുത്തിട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ച് നാളികേരം ചേർത്തിട്ടുള്ളൂ. അതിൽ ജസ്റ്റ് ജീരകം, കറിവേപ്പിലയും ഇത്രയും ചേർത്ത് മാത്രം അരച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാലും കുറേ അധികം നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ നമുക്കതിൽ കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസിൽ പണ്ട് തൊട്ടേ കമൻ്റ് ഇടാറുള്ള ആൾക്കാരൊക്കെ അവരെ ഐഡിയിൽ നിന്ന് ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്ര നാളായിട്ട് എന്നെ മറന്നിട്ടില്ല എന്നറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ പണ്ട് Q&A ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ കമൻസിനും അയച്ചിട്ടുള്ളവരുടെ പേരൊക്കെ നമ്മൾ എഴുതിയെടുത്തിട്ട് ആ ബുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പേര് എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും പേര് അന്ന് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പോഴും ആ ഇഷ്ടം ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബന്ധുക്കൾ, കൂട്ടുകാർ ഒരുപാട് പേര് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ നീ വീഡിയോ ഇടണത് തുടരണം എന്നൊക്കെ പറഞ്ഞിട്ട് അറിയിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത്, ഇനി ഞാൻ പറഞ്ഞില്ലേ അധികം നേരം ഇട്ടിട്ട് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് തിളച്ച്, പിന്നെ ഇത് ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകണ ടൈപ്പാണ്. അപ്പോൾ കുറച്ച് ചാറ് ഇപ്പോൾ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഈ ചേമ്പിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ അത് കട്ടിയാവും. അപ്പോൾ തിളച്ചത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും
കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, നന്നായിട്ട് ചൂടായിട്ട് നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. എനിക്ക് ശരിക്കും ഈ ചീനച്ചട്ടിയിൽ കടുക് വറുത്താൽ മാത്രമേ ഒരു തൃപ്തി വരുള്ളൂ. അതായത് ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും അങ്ങനെ പറ്റാറുള്ളത്. അതായത് സോസ് പാൻ പോലത്തെ ഇത്തിരി പരന്ന ടൈപ്പ് നോൺ സ്റ്റിക്കിൻ്റെയും കാര്യങ്ങളൊക്കെ പാത്രങ്ങളുണ്ടല്ലോ, പരന്ന പാത്രങ്ങൾ, കടായി പോലത്തെ അങ്ങനത്തെ പരന്ന പാത്രങ്ങളിലൊക്കെ, കടായിക്ക് ഇത്തിരി കൊണ്ടുണ്ട്, അതായത് പരന്ന ടൈപ്പ് പാത്രങ്ങളിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പോൾ കടുക് പൊട്ടാത്ത പോലെ എനിക്ക് തോന്നും. പൊട്ടിയ ശബ്ദവും കേൾക്കില്ല, അത് കറിയിൽ കടിക്കുമ്പോഴും പൊട്ടാത്ത കിടക്കണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുഴിവുള്ള ചീഞ്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ കടുക് വറക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലൊക്കെ കടുക് വറുത്താൽ മാത്രമേ അത് പൊട്ടിയ പോലെ എനിക്ക് തോന്നാറുള്ളൂ. അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കടുകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കുക, അടച്ചു വയ്ക്കുക, പണി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നാളികേരം ചിരകിയത് ഇതിലിട്ടൊന്ന് എലിശ്ശേരി, അപ്പോൾ ആകുമ്പോൾ ഒരു എലിശ്ശേരിയുടെ ടേസ്റ്റിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പല ടൈപ്പിലുണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ ഇത് ഇറച്ചി വെക്കണ പോലത്തെ മോഡലിൽ വെക്കാൻ പറ്റും ചേമ്പ്. അതുപോലെ ചേമ്പ് നമുക്ക് മെഴുക്കുരുട്ടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ചേമ്പൊക്കെ നടുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് ചേമ്പ് ഉണ്ടാക്കി കിട്ടും. നമ്മൾ ഉണങ്ങിയ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ കണ്ടമാനം ചേമ്പൊക്കെ ഉണ്ടാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോയിൽ പാട്ടിൻ്റെ ഒപ്പം ചെടികളൊക്കെ ഇടുമ്പോൾ ബിഞ്ചിത്ര ചെടികൾ വരെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം മുമ്പ് വീഡിയോസൊക്കെ ചെയ്യണ സമയത്തുണ്ടായിരുന്ന ഒരുപാട് ചെടികളൊന്നും ഇപ്പം ഇല്ല. കുറച്ചൊക്കെ പണ്ടത്തെ വീഡിയോ ഞാൻ പാട്ടിടുന്ന സമയത്തേക്ക് വെറുതെ ഇട്ട് കൊടുക്കുന്നതാണ്. കുറേ ചെടികളൊക്കെ നശിച്ചു പോയി. എന്നാലും ഞാൻ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ബോഡി വാഷിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ എപ്പോഴും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഈ പിയേഴ്സിൻ്റെ ബോഡി വാഷ് കിട്ടുന്ന. അത് നമ്മളുടെ ഈ ലിക്വിഡ് സോപ്പൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ പാത്രത്തിനും അങ്ങനത്തെ ഒരു ലിഡ് തന്നെയായിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ സോപ്പ് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അലർജിയാണ്. അപ്പോൾ നമ്മളത് പരമാവധി കയ്യിലാക്കാതെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സൂത്രപ്പണിയൊക്കെ ഒപ്പിക്കും. അപ്പോൾ ഇത് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് കപ്പലണ്ടിക്കൊക്കെ പൊതിയില്ലേ, അതുപോലെ പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ ടിപ്പ് ഒന്ന് മുറിച്ച് കളയാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ഫണൽ പോലെ നമ്മൾ ഈ കുപ്പിക്കകത്തേക്ക് വെച്ചിട്ട് നമ്മൾ സോപ്പ് പൊടി ഇട്ട് വയ്ക്കാനാണ് അതിൽ ഉപയോഗിക്കണേ. സോപ്പ് പൊടി ഇട്ട് വയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള സോപ്പ് പൊടി, വാഷ് ബേസിനിലൊക്കെ അല്ലെങ്കിൽ സിങ്കിലൊക്കെ മീൻ നന്നാക്കില്ലേ, സോറി വാഷ് ബേസിനിലാരും മീൻ നന്നാക്കില്ല അല്ലേ. ഇവിടെ പാത്രം കഴുകാനായിട്ട് ഒരു ടൈല് കെട്ടിയിട്ട് ഒരു ചെറിയ ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ മീൻ നന്നാക്കുക. കാരണം എനിക്ക് പൂച്ചേനെ ജന്മന തന്നെ ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ മീൻ നന്നാക്കിയിരിക്കുമ്പോൾ പൂച്ച ഈ 4 സൈഡിൽ നിന്ന് ഓടി വരും. അപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ പാത്രം കഴുകണ ടബിലിട്ടിട്ടാണ് മീൻ ക്ലീൻ ചെയ്ത വെള്ളമൊക്കെ അതിലേനെ ഒഴിക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ കഴുകും. ആ കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സോപ്പ് പൊടി എപ്പോഴും അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പരന്ന ഇങ്ങനെ പാത്രത്തിലെടുത്ത് വയ്ക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ വീണിട്ട് അത് പിന്നീട് കട്ട പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വയ്ക്കും. ഈ ബോട്ടിലാക്കി വെച്ചുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് അടപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ ഫ്ലിപ്പ് ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കുടഞ്ഞെടുക്കാം. നമ്മൾ പൗഡറൊക്കെ എടുക്കണ പോലെ അങ്ങനെ കുടഞ്ഞെടുക്കാൻ പറ്റും. അതിലേക്ക് അങ്ങോട്ട് വെള്ളം ആവാത്തതുകൊണ്ട് തന്നെ കട്ട പിടിക്കില്ല. ഞാൻ പണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുലുക്കിയിട്ട് ഇങ്ങനെ ഒരു സോപ്പിൻ്റെ സൊല്യൂഷൻ ആക്കിയിട്ട് വയ്ക്കാറ്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഭയങ്കര ബാഡ് സ്മെല്ലാണ്. കാരണം എനിക്കറിയണ്ടായിരുന്നില്ല, അത് എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഈ സോപ്പ് പൊടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ മൃഗക്കൊഴുപ്പ് ചേർക്കൂത്രേ. അപ്പോൾ മൃഗക്കൊഴുപ്പ് ചേർക്കുമ്പോൾ അത് നമ്മൾ സോപ്പ് കലക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അത് കേട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല്. നമ്മൾ ചിലപ്പോൾ സോപ്പ് പൊടിയിലൊക്കെ തുണി മുക്കി വെച്ചിട്ട് സമയം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മോശം ഒരു മണം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ഫണൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് വീഴും കേട്ടോ. ഇനി നമ്മളിതിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അടപ്പ് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലിക്വിഡ് സോപ്പ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് പോലത്തെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇങ്ങനെ ടോപ്പിൽ തുറന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സാധാരണ നമ്മൾ പൗഡറൊക്കെ എടുക്കണ പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീഴും, ഓവറായിട്ട് വീഴൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇതിനി തിരിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടപ്പ് തുറന്നിട്ട് ഇതിലിട്ട് വെക്കണം കേട്ടോ. അതിനുള്ള സാങ്കേതിക വിദ്യയൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഞാനൊരു ഷൂ റാക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം വന്നിട്ടുണ്ട്.
ഇതെന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് മെറ്റീരിയലാണ് ഈ 2 സൈഡിലത്തെ. പിന്നെ ഇത് മെറ്റലാണ്, അതിൽ പൗഡർ കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യണ പരിപാടി നമുക്കാണ്. പക്ഷേ ഭയങ്കര മെനക്കെട് പിടിച്ച കാര്യമാണ്. കാരണം ഒരു സൈഡിൽ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വിട്ടുപോകും, ഇപ്പുറത്ത് ശരിയാക്കുമ്പോൾ അപ്പുറത്ത് വിട്ടുപോകും. ഞാൻ എന്നിട്ട് ഒരുവിധം ഒരു വശത്തൊക്കെ ഈ 2 കാല് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അനക്കാതെ അപ്പുറത്തെ സൈഡ് ഒരേപോലെ അത് അതിൻ്റെ നേരെയുള്ള ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ആ വായവട്ടത്തിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഉള്ളിലാക്കി കൊടുത്തിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നെയിൽ പോളിഷില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഉറപ്പിൽ നിൽക്കൂട്ടാ. ഇപ്പോൾ അതാ ഒരുവിധം ഞാനത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ചെറിയ വീട്ടിലേക്കൊക്കെ ഉള്ള ചെരുപ്പുകളൊക്കെ ഇതിൽ വയ്ക്കാൻ പറ്റും. ഇവിടെ പട്ടിയുടെ ശല്യം ഭയങ്കരമാണ്. പട്ടിയൊക്കെ വന്നിട്ട് ചെരുപ്പിന് വെറുതെ ഇട്ടേക്കൊക്കെ ആണെങ്കിൽ എടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് തോന്നുന്നുണ്ട് വാങ്ങിച്ചത്, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല എന്നല്ല, വില ഓർമ്മയില്ല എന്നാണ് പറയാൻ വന്നത്. 220 230 വില. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാളും അതുമ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്. അതായത് കുറച്ച് മുട്ട ഇങ്ങനെ പൊരിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തിട്ടിട്ട് റൈസും കൂടി മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് 2 പേർക്കും മാളുവിനും ലച്ചുവിനും കഴിക്കാനുള്ള കുറച്ച് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ റൈസ് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ പിള്ളേർക്ക് എന്തെങ്കിലും വെജിൻ്റെയും അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ റൈസ് സെപ്പറേറ്റ് വേവിക്കലാണ് പതിവ്. കാരണം എനിക്ക് എപ്പോഴും 1 ഗ്ലാസ്സിന് 1.5 ഇരട്ടി വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോവും, ചിലപ്പോൾ വേവ് കുറഞ്ഞു പോവും. എനിക്കെപ്പോഴും അതിൻ്റെ കണക്ക് ശരിയാവില്ല. നേരെ മറിച്ച് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു കലത്തിൽ ഇട്ട് സാധാരണ ചോറ് വയ്ക്കണ പോലെ വേവിച്ച് അതിൻ്റെ ഒരു 3/4 വേവാകുമ്പോൾ വാർത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ പാകം കറക്റ്റായിരിക്കും. ഈ അരിയുടെ പാകം കറക്റ്റായാൽ തന്നെ നമ്മൾ ബിരിയാണിയോ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ആക്കി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിരിക്കും. നമ്മൾ ഓവറായിട്ട് വെന്ത് അളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കിയാലും ഒരു കാര്യമില്ല. അത് നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ. നമ്മളത് എൻ്റെ ഒരു പരിമിതിയായിട്ട് തന്നെ കണക്കാക്കണേ. ഞാൻ പറയണേ. അപ്പം നമുക്ക് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ വേറെ വേവിച്ച് വയ്ക്കുകയാണ് ചെയ്യാമെന്ന് പറയാം. അപ്പം അങ്ങനെ ആക്കി കൊടുത്താൽ ബാക്കിയൊക്കെ മാള് ശരിയാക്കിക്കോളും. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ ഒരു കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ സ്വല്പം നെയ്യ് കുറച്ച് സോട്ട് ചെയ്യാനും കുറച്ച് നെയ്യ് തന്നെ എടുത്തിക്കണേ. ബാക്കി വെളിച്ചെണ്ണയും നമ്മൾ ഡാൽഡ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കടച്ചക്ക മെരിക്കുകയാണ്. കടച്ചക്ക ഇതിന് ചിലരൊക്കെ യൂട്യൂബിൽ കൈതച്ചക്ക എന്ന് പറയും. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ കൈതച്ചക്ക എന്ന് പറഞ്ഞാൽ മറ്റേ പൈനാപ്പിളില്ലേ, അതിനല്ലേ കൈതച്ചക്ക എന്ന് പറയുക. കുറേ പേര് ഈ കടച്ചക്കയ്ക്കും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കടച്ചക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ കടച്ചക്ക വെച്ചൊരു ചിപ്സ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതിന് അത്ര കനം കുറയ്ക്കേണ്ട എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായില്ല. ഇത് പെട്ടെന്ന് നമ്മൾ പപ്പടം കാച്ചുന്ന നേരം അത്രയും സമയം മതി, പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ കനം കുറച്ചിട്ട് ആക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഓവറായിട്ട് മൂത്ത് പോകും. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം തന്നെ എല്ലാതും കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ പണി തീർത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വറക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതെന്തായാലും ശ്രദ്ധിക്കണം. ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചറുണ്ട് രതി ചേച്ചി. അപ്പോൾ ആൾ ട്യൂഷൻ ടീച്ചർ മാത്രമല്ല ഞങ്ങളുടെ +2 ലാബ് അസിസ്റ്റൻറ്റും കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ട്യൂഷൻ ക്ലാസ് പോലെയല്ല, നമ്മളൊരു കസിൻ്റെ വീട്ടിലേക്ക് പോയ പോലെയാണ്. അപ്പോൾ ചേച്ചി സ്പെഷ്യലായിട്ട് വനിതയിലൊക്കെ നോക്കിയിട്ട് ഇതുപോലത്തെ കുറേ റെസിപ്പീസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ വനിതയിൽ നോക്കിയിട്ട് ഓരോ മോഡൽ സ്റ്റിച്ചിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആൾക്കും ചേച്ചിക്കൊക്കെ അങ്ങനെ തയ്ക്കും. അങ്ങനെ നല്ല എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളിതുപോലെ അവരുടെ വീട്ടിൽ വലിയൊരു കടപ്ലാവുണ്ട്. അപ്പോൾ കടച്ചൊക്കെ പൊട്ടിച്ചപ്പോൾ ഒരുപാട് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതെന്താ സാധനം എന്ന് പറഞ്ഞവർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. സമ്മാനമൊന്നും കിട്ടിയില്ല കേട്ടോ, പക്ഷേ ആൻസർ പറഞ്ഞത് ഞാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കടപ്ലാവുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ അറ്റത്ത് ചെറിയ ചെറിയ കുത്തുകളുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കടച്ചക്കയാണെന്ന്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടച്ചക്ക ചിപ്സും കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ആണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരാം. ബായ്.